أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى. സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ലൈലിലെ 12 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അലൈനാ ലൽ ഹുദാ. ഇന്ന അലൈന, തീർച്ചയായും നമ്മുടെ മേലാണ് അഥവാ നമ്മുടെ ബാധ്യതയാണ്, ലൽ ഹുദ, നേർമാർഗം കാണിക്കുക എന്ന് പറയുന്നത്. വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. വ ഇന്ന ലന, തീർച്ചയായും നമ്മുടേതാണ്, ലൽ ആഖിറത, പരലോകവും, വൽ ഊല, ആദ്യലോകവും, ഇഹലോകവും. ഫഅൻദർതുക്കും നാറൻ തലല്ലാ. ഫഅൻദർതുക്കും, തീർച്ചയായും നാം നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാറൻ, നരകത്തെ സംബന്ധിച്ച്, തലല്ല, ആളിക്കത്തുന്ന. ഫഅൻദർതുക്കും നാറൻ തലല്ല, ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ച് നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ. ലാ യസ്ലാഹ, അതിൽ കടന്നെരിയുകയില്ല, ഇല്ലൽ അഷ്ഖാ, പരമനിർഭാഗ്യവാനല്ലാതെ. ഷഖയ്യ്, അഷ്ഖാ, ഏറ്റവും നിർഭാഗ്യവാനല്ലാതെ അതിൽ കടന്നെരിയുകയില്ല. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, പരമനിർഭാഗ്യവാനല്ലാതെ അതിൽ കടന്നെരിയുകയില്ല. അല്ലദീ കദ്ദബ വതവല്ല. അല്ലദീ, അതായത് യാതൊരുത്തൻ, കദ്ദബ, അവൻ കളവാക്കി അഥവാ നിഷേധിച്ചു, വതവല്ല, അവൻ പിന്തിരിഞ്ഞ് പോവുകയും ചെയ്തു. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, മനുഷ്യന് നരകത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ട് അവൻ്റെ പണം ഉപയോഗിച്ച് യാതൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല. ഈ ലോകത്ത് നിന്ന് തന്നെ എന്തെങ്കിലും ചെയ്യുക, ഫലം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞു വെച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് അള്ളാഹു പറയാണ്, ഇന്ന അലൈനാ ലൽ ഹുദാ. തീർച്ചയായും നേർമാർഗം കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പണിയാണ്, അള്ളാഹുവിൻ്റെ മേലുള്ള ഉത്തരവാദിത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൃഷ്ടിച്ചു. നമ്മളൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് വെള്ളവും വായുവും ഒക്കെ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയും. പക്ഷെ ഓർത്ത് നോക്കിയാൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഹിദായത്താണ്, നേർമാർഗത്തിലേക്ക് നമ്മളെ ആക്കി എന്നുള്ളതാണ്, അല്ലെങ്കിൽ നേർമാർഗത്തിലേക്ക് നമ്മെ ആക്കുന്നു എന്നുള്ളതാണ്. പടച്ച തമ്പുരാൻ വിചാരിച്ചാലും മാത്രമേ ഒരാൾക്ക് നേർമാർഗം കിട്ടുള്ളൂ. ഇന്നക ലൻ തഹ്ദി മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ട ആൾക്ക് ഹിദായത്ത് നൽകാൻ നിനക്ക് സാധ്യമല്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഒരാളെ നേർമാർഗത്തിലേക്കാക്കുന്നത്. കാരണം ഈ കണ്ട സാധനങ്ങളൊക്കെ നമുക്ക് നൽകിയ അള്ളാഹു എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിച്ചാലാണ് സ്വർഗം കിട്ടുക, എതിലൂടെ പോയാലാണ് നരകത്തിലാവുക എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നത് അള്ളാഹുവാണ്.
ആ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേർമാർഗത്തിലാക്കുക എന്നുള്ളത്. വ ഇന്നലനാലൽ ആഖിറത വൽ ഊലാ, ഈ ലോകവും അഥവാ ഇഹലോകവും പരലോകവും അത് രണ്ടും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷേ ഒരാളെ പിടിച്ച് നിർബന്ധിച്ചിട്ട് ദീനിലേക്കാക്കുന്ന പണിയില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരാൾക്കും നിർബന്ധമില്ല. പരിശുദ്ധ ദീനിലേക്ക് ഒരാളെ പിടിച്ചലിച്ച് കൊണ്ടുവന്നിട്ട് ചെല്ല് കലിമ എന്ന് പറഞ്ഞുകൊണ്ട് കലിമ ചെല്ലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുമില്ല. നേർമാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അള്ളാഹുവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന് വേണമെന്ന് വെച്ചാൽ ഒരാളെ നിർബന്ധിച്ചിട്ട് ഹിദായത്തിലേക്കാക്കാം, അള്ളാഹു അത് ചെയ്യൂല. അള്ളാഹു ഹിദായത്ത് നേർമാർഗം പറഞ്ഞു കൊടുക്കും. അതിലേക്ക് വരുന്ന ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. പക്ഷേ ഒരാൾ അതിന് വരുന്നില്ല എങ്കിൽ നിർബന്ധിച്ച് അവനെ ആക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം അള്ളാഹുവിനില്ല. അതേസമയം ഇഹലോകവും പരലോകവും അള്ളാഹുവിൻ്റേത് തന്നെയാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിയെരിയുന്ന നരകത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം നിങ്ങൾക്ക് ഫഅൻദർതുകും, നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, കത്തി ആളുന്ന നരകമുണ്ട് എന്ന്. ആ നരകത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നു ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ, അതിൽ പ്രവേശിക്കുന്ന ആളാണ് പരമനിർഭാഗ്യവാൻ. ഒരു പൈസ ഇല്ലാതായി പോവേ, കണ്ണ് കാണാതായി പോവേ, ബുദ്ധിഭ്രംശം സംഭവിച്ചു പോവേ ചെയ്യുന്നയാളല്ല. അതിനൊക്കെ അള്ളാഹു പരിഹാരം കാണും. ഇവിടെ ഈ പറഞ്ഞ രൂപത്തിൽ നരകത്തിൽ ആപതിക്കാൻ ഇടവന്ന ആൾ, അയാളാണ് പരമനിർഭാഗ്യവാൻ. ഉമയ്യത്ത് ബിൻ ഹലഫ് പോലുള്ള ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്നിട്ടുള്ള ആൾക്കാർ, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പം പക്ഷേ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവർ ഇതിനേക്കാൾ മേലെ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് അങ്ങോട്ട് നടന്നു പോവാണ്. അപ്പോൾ അതാണ് അവരെ കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ, പരമനിർഭാഗ്യവനല്ലാതെ ആ നരകത്തിൽ കടന്നിരിക്കുകയില്ല. ആ ആളെന്ന് പറഞ്ഞാൽ അല്ലദീ കദ്ദബ വതവല്ല, അള്ളാഹുവിൻ്റെ ദീനിനെ കളവാക്കിയ നിഷേധിച്ച ആളാണ്. വതവല്ല, പിന്തിരിഞ്ഞു പോയ ആളുമാണ്. ദീനിലേക്ക് ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോവുക, ഞാനില്ല എന്ന് പറയാം. അതിൻ്റെ ഭവിഷ്യത്ത് ഓർക്കാതെ എന്തിനെയാണ് ഞാൻ നിഷേധിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ സ്വർഗത്തിലേക്കുള്ള വിളി രണ്ട് കാതുകളും പൊത്തിപ്പിടിച്ചുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുന്ന ആളുകൾ, അവരൊരിക്കലും അള്ളാഹുവിനൊരു ഭാരമൊന്നും ആവില്ല, അള്ളാഹ്ക്കൊരു ശത്രു ആവില്ല. പക്ഷേ അള്ളാഹു പറഞ്ഞതിലേക്ക് വരാതിരുന്നത് കൊണ്ട് നാളെ ഖേദിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമനിർഭാഗ്യവാനായ, ഭാഗ്യം കെട്ടവനായി തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരക്കാരിൽ പെടാതിരിക്കുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. നേർമാർഗത്തിൽ മുന്നേറാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.